ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഈ മാസം 12-ന് വിശദവാദം കേൾക്കുന്നതായിരിക്കും. കേസ് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കാമെന്ന് ഹൈക്കോടതി പറയുന്നു. അന്വേഷണം പക്ഷപാതപരമെന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണമെന്നും കോടതി പറയുന്നുണ്ട്. ബിനിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. കോടതി എങ്ങനെയാണ് അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നത്? CBI വരുമോ? ഈ കേസിൽ CBI വരേണ്ടതുണ്ടോ എന്നത് പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനായി കേസ് ഡയറി കോടതി വിശദമായി തന്നെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം കോടതിക്ക് ഈ കേസ് CBIക്ക് കൈമാറണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ വേണം. അന്വേഷണം ശരിയായ ദിശയിലല്ല, അതിൽ വീഴ്ചകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മറ്റൊരു ഏജൻസിയെ ഈ കേസ് ഏൽപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കിയ ഒരു കാര്യമെന്നത് ഈ കേസ് ഡയറി പരിശോധിക്കട്ടെ. കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് 12-ാം തീയതി വിശദമായ വാദം കേൾക്കാൻ വെച്ചിരിക്കുന്നു. അതിനു മുൻപ് കോടതിയിൽ മുദ്രവെച്ച കവറിൽ CD ഫയൽ വരികയാണ്. CD ഫയൽ വിശദമായി കോടതി പരിശോധിക്കും. ഇനി കോടതിക്ക് മുന്നിൽ 4-5 ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ഡയറി പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ, വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ, പോലീസ് ഇതിനകത്ത് പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കോടതിക്ക് വ്യക്തമാകും. CD ഫയൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഹാജരാക്കുന്നത് വരെ എന്തൊക്കെയാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്നത്, ആരുടെയൊക്കെ മൊഴിയെടുത്തു, എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു, അതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ CD ഫയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് CD ഫയൽ പരിശോധിക്കുമ്പോൾ തന്നെ കേസ് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതെല്ലാം മനസ്സിലാകും. അതുകൊണ്ടാണ് ഇതിൽ CBI വരേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ വേണം. അത് ഈ CD ഫയൽ പരിശോധിച്ച് മനസ്സിലാക്കാമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പക്ഷപാതപരമെന്ന ആരോപണം മാത്രം പോരാ, അതിന് തെളിവ് കൂടി വേണം. അത് എന്തായാലും ഈ കേസ് രേഖകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുമെന്നും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി കേസ് അവസാനിപ്പിക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങളും കോടതി സർക്കാരിനോട് ആരാഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇത് എന്ത് കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്, ശരീരത്തിൽ മുറിവുകളുണ്ടോ ഇല്ല എന്നാണ് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള യാതൊരു ഇഞ്ചുറികളും ADM നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ ഇല്ല എന്നത്. അതായത് ഇപ്പോൾ കുടുംബം ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം പോലും അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് കോടതി ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതി എടുത്ത് ഈ ഹർജിക്കാരോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ കൊലപാതകമാണോ എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രതിയുടെ ജാമ്യ ഹർജി വന്ന സമയത്ത് അതിനെ ആ രീതിയിൽ എതിർത്തില്ല എന്ന കാര്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രേരണ കേസ് മാത്രമാണിത്. PP ദീപയുടെ ജാമ്യ ഹർജിയിൽ വാദം നടന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ആ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് മഞ്ജുഷ വാദങ്ങൾ നിരത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ ഈ ഹോമിസൈഡാണ് അല്ലെങ്കിൽ ഒരു കൊലപാതക സാധ്യത എന്നൊരു വിഷയം അവരവിടെ ഉയർത്തുകയും ചെയ്തിട്ടുള്ള. അതാണ് കോടതി ഇന്ന് എടുത്തു ചോദിച്ച ഒരു കാര്യം. എന്തായാലും ഈ മാസം 12-ന് വിശദമായ വാദം നടക്കും. ക്രിമിനൽ കേസുകളെ നിലവിൽ നടക്കുന്ന അന്വേഷണം തന്നെ തൃപ്തികരമാണെന്നുള്ളതാണല്ലോ സർക്കാരിന്റെ വാദം. സർക്കാർ അക്കാര്യം കോടതിയെ അറിയിച്ചോ? സർക്കാർ വിശദമായ ഒരു സത്യവാങ്മൂലം തന്നെ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇതിൽ CBI അന്വേഷിക്കേണ്ട കാര്യമില്ല, കൃത്യമായ അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഈ അന്വേഷണത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി ഈ കേസ് രേഖകളും മറ്റും പരിശോധിച്ച് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. അതാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാർ പറയുന്നത് ഇത് CBI അന്വേഷിക്കേണ്ട കാര്യമില്ല, നിലവിലെ അന്വേഷണം തൃപ്തികരമാണ് എന്നതാണ് സർക്കാർ കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്ന സത്യവാങ്മൂലം. ബിനിൽ, ഇതിൽ കൊലപാതകമാണ് എന്നുള്ള സംശയമുണ്ട്. പ്രതി PP ദിവ്യ CPM-ന്റെ പ്രബലയായ നേതാവാണ്. അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണത്തിലടക്കം ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നല്ലോ കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു. ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർത്തിയില്ല എന്നുള്ള കാര്യമൊക്കെ കോടതി സംശയമായുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ ചോദിച്ചിരിക്കുന്നു. കുടുംബം ഏത് വിധത്തിലായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോവുക? ആ തരത്തിലുള്ള നീക്കങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയായിരിക്കുമെന്ന് അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സൂചനകൾ ലഭിച്ചിരുന്നോ?
12-ാം തീയതി വിശദമായ വാദം കേൾക്കുമ്പോൾ അവർക്ക് ഈ കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വിശദീകരണം നൽകേണ്ടി വരും. സ്വാഭാവികമായും ഒരു കേസ് മറ്റൊരു ഏജൻസിക്ക്, പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറുമ്പോൾ അതിന് കോടതിക്ക് മുന്നിൽ തക്കതായ കാരണങ്ങൾ വേണം. അതുകൊണ്ടാണ് കോടതി അതെല്ലാം പരിശോധിക്കട്ടെ, കേസ് ഡയറി പരിശോധിച്ച് ഇതിൽ വ്യക്തത വരുത്തട്ടെ എന്ന് പറയുന്നത്. അവിടെ PP ദിവ്യ കണ്ണൂരിലെ CPM-ന്റെ പ്രമുഖയായ നേതാവാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണത്തെ അട്ടിമറിക്കുമെന്നതാണ് ഹർജിക്കാരിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമായിട്ടുള്ളത്. അത് കോടതി മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോടതി ഇന്ന് ഈ വാദത്തിനിടയിൽ ഉന്നയിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ മേൽനോട്ടം ആർക്കാണ്? അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത്. അങ്ങനെയെങ്കിൽ കൂടുതൽ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇതിന്റെ മേൽനോട്ട ചുമതലയിലേക്ക് കൊണ്ടുവന്നാൽ ഇതിന്റെ ആശങ്ക പരിഹരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ആ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുന്നയാളാണ്. രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന സ്വാഭാവികമായിട്ടുമുള്ള ഉയർന്നു വരുന്ന പ്രശ്നമാണ്. പക്ഷേ കോടതിക്ക് മുന്നിൽ ആ രാഷ്ട്രീയ സ്വാധീനം ഈ കേസിന്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നത് ആ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് കോടതി എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുന്നിലേക്ക് വരട്ടെ, ആ രേഖ സർക്കാരിനോടും CBIയോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കോടതി. ഇതിൽ CBIയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി കോടതിക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ? CBIയുടെ അഭിഭാഷകനോട് ഇന്ന് കോടതി ഈ കേസിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ആരാഞ്ഞിരുന്നു. പക്ഷേ ഈ കേസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ CBI എന്ത് നിലപാട് പറഞ്ഞാലും അത് കോടതി അതിനുശേഷം വിശദീകരിച്ചു. കോടതി CBI എന്ത് നിലപാട് പറഞ്ഞാലും, അതായത് കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഈ കേസ് CBIക്ക് കൈമാറേണ്ട സാഹചര്യമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ കേസ് കൈമാറിയാൽ മതി. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് CBIയുടെ നിലപാട് ഇന്ന് കോടതി ആരാഞ്ഞു. അത് രേഖാമൂലം നൽകണമോ എന്ന് സംബന്ധിച്ച് ഒരു ചോദ്യം കോടതിയുടെ മുന്നിൽ നിന്ന് വന്നിരുന്നു. പക്ഷെ പിന്നീട് അത് ഒഴിവാക്കി നൽകുകയും ചെയ്തു. എന്തായാലും CBI ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ഈ കേസ് CBIക്ക് കൈമാറാനുള്ള ഒരു ഫിറ്റ് കേസാണോ എന്നതാണ് കോടതിക്ക് ഉറപ്പുവരുത്തേണ്ടത്. ഇത് കൈമാറേണ്ട കേസാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ CBI എതിർത്താലും കേസ് CBI കേസ് കൂടിയാണ്. അപ്പോൾ ഇതിൽ CBI വരാനൊക്കെയുള്ള ഒരു സാധ്യത, ഒരു നിയമത്തിന്റെ ഒരു സാധുത, CBIനെ ഏൽപ്പിക്കാനുള്ള ഒരു സാധുത, അതൊക്കെ എത്രത്തോളമാണ് ഈ കേസ്? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു വശത്ത് രാഷ്ട്രീയമുണ്ട്, മറ്റൊരു വശത്ത് ഈ സർക്കാരും പാർട്ടിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുന്നു. എന്നാൽ ആ കുടുംബം മുന്നോട്ട് വെച്ച CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം എന്നത് ഈ കേസിന്റെ അന്വേഷണം, ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണോ എന്നത് കോടതിക്ക് പരിശോധിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ കേസ് ഡയറി കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിൽ എവിടെയൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ ആ പാളിച്ചകൾ കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. ഈ കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് കൗസർ എടപ്പകത്താണെങ്കിൽ ഈ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെയാണ്. ജില്ലാ ജഡ്ജിയായിരുന്നയാളാണ്, എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിമിനൽ കേസുകൾ കൃത്യമായി അദ്ദേഹത്തിന് നല്ല ധാരണയുള്ളയാളാണ്. അതുകൊണ്ട് ആ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ തന്നെ കോടതിക്ക് അതിലേതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ, ഇത് CBI അന്വേഷിക്കുന്നതിന് തക്കതായ ഒരു കേസാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ കോടതിക്ക് വ്യക്തമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കേസ് ഡയറി പരിശോധിക്കട്ടെ, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാം. 12-ാം തീയതി സർക്കാരിന്റെയും ഹർജിക്കാരിയുടെയും വിശദമായ വാദം കോടതി കേൾക്കും. അപ്പോൾ കോടതി ഈ കേസ് ഡയറി അടക്കം പഠിച്ച ശേഷം ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. എന്തായാലും 12-ാം തീയതി വിശദമായിട്ടുള്ള വാദം കേൾക്കും ഈ വിഷയത്തിന്മേൽ. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുകൊണ്ട്, അതായത് ഏത് തരത്തിലായിരിക്കും അന്വേഷണം, വരുമോ ഇല്ലയോ എന്നതിനെ പറ്റി ഒരു ധാരണ ഈ വിഷയത്തിൽ ഉണ്ടാവുക.